നിങ്ങൾ സാമാന്യ മര്യാദ കാണിക്കുക. അബിൻ വർക്കി, നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ? നിങ്ങളൊരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനല്ലേ? ചാനൽ ചർച്ചയിൽ ഒരു മര്യാദ വേണ്ടേ അബിൻ വർക്കി? എന്ത് മര്യാദകളാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഒരു കാര്യം ബോധ്യമായല്ലോ, നമ്മുടെ ഇന്നിപ്പോൾ കേരളത്തിലെ കുറേ മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ട്, ഡൽഹിയിലുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഈ വരാൻ പോകുന്ന നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും, ഉപതെരഞ്ഞെടുപ്പിലെങ്കിലും കേന്ദ്രം അവഗണിച്ചു എന്നുള്ള പരാതി പറയും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു 2-3 മണിക്കൂർ മുമ്പാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി. എന്തു ആവശ്യപ്പെട്ടാണോ, എന്തു പറഞ്ഞാണോ കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രത്തിൽ പോയത്, അതൊക്കെ വലിയ തോതിൽ കൺസിഡർ ചെയ്തു. ഏതാണ്ട് 6700 കോടി രൂപ റോഡ് വികസനം, ഹൈവേ അല്ല റോഡ് വികസനത്തിന് വേണ്ടി അനുവദിച്ചു. റെയിൽവേക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വാരിക്കോരി കൊടുത്തു എന്ന് കേരളത്തിലെ ഒരു മന്ത്രി തന്നെ ഇന്ന് ഡൽഹിയിൽ പറഞ്ഞു. ദയവേത് ഈ മന്ത്രിമാർ കേരളത്തിൽ വന്നതിന് ശേഷം മാറ്റി പറയാതിരുന്നാൽ മതി. പ്രത്യേകിച്ച് നിലമ്പൂരെ തെരഞ്ഞെടുപ്പിലെങ്കിലും 2 മുന്നണികളെങ്കിലും ആ ഒരു മാന്യത കാണിക്കും എന്ന് ഞാൻ കരുതുക. ഇവിടെ ചർച്ച ചെയ്തു വന്നൊരു വിഷയത്തിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഈ അബിൻ വർക്കി പല കാര്യങ്ങളും പറയുന്നത്. അബിൻ വർക്കി നരേന്ദ്രമോദിയുടെ പടമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് അഭിമാനമാണ്. അബിൻ വർക്കി, ഇന്ന് നിങ്ങളുടെ നേതാവ് അലഹബാദ് കോടതിയിൽ നിന്നൊരു വിധി സമ്പാദിച്ചിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ, ഒരവകാശം, ഒരു സ്വാതന്ത്ര്യമില്ല ഈ രാജ്യത്തെ സൈന്യത്തെ നിങ്ങൾക്ക് അവഹേളിക്കാൻ. അങ്ങനെയുള്ള നേതാക്കന്മാരെ കൊണ്ടു നടക്കുന്ന അബിൻ വർക്കിയെ പോലുള്ളവർക്ക് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കൊടുത്തെടുത്ത വാക്സിനിന്റെ സർട്ടിഫിക്കറ്റിൽ നരേന്ദ്രമോദിക്ക് കയറി നിൽക്കാൻ നാണാവൂല. അബിൻ വർക്കി നിങ്ങൾ സംസാരിച്ചപ്പോ, താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ താങ്കൾ സംസാരിച്ചപ്പോ എടുത്തിട്ടില്ല. താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അബിൻ വർക്കി മര്യാദകേട് ചാനലില് നിങ്ങൾ സാമാന്യ മര്യാദ കാണിക്കുക. അബിൻ വർക്കി, നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ? നിങ്ങളൊരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനല്ലേ? ചാനൽ ചർച്ചയിൽ ഒരു മര്യാദ വേണ്ടേ അബിൻ വർക്കി? എന്ത് മര്യാദകളാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? എനിക്കൊരു ഉപകാരം ചെയ്യൂ, നീ വാ പൊളിക്കരുത്. നിങ്ങളിത് പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടോ? ഇല്ലല്ലോ. സാമാന്യ മര്യാദ കാണിക്കുന്നേ. നിങ്ങൾക്ക് ചാനലിൽ വന്ന് കാര്യങ്ങൾ പറയാൻ കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾ അത് സമ്മതിക്കൂ. ഞാൻ പറഞ്ഞത് ഞാൻ അവസാനിപ്പിച്ചോളാം അഭിലാഷ് പ്ലീസ്. ഇവിടുത്തെ പ്രയോറിറ്റി ഞാനതാണ്, ഈ ഗവൺമെന്റുകളുടെ പ്രയോറിറ്റിയുടെ പ്രശ്നമാണെന്നേ. യു പിയിൽ പോലും എത്ര പേരുണ്ടെന്നറിയോ? PSC മെമ്പർമാർ 6-7 പേരേ ഉള്ളൂ. ഇവിടെ 21 PSC മെമ്പർമാരുണ്ട്. നമ്മൾ ഈ ഫ്ലോറിലും ചർച്ച ചെയ്തല്ലോ. അവർക്ക് ലക്ഷങ്ങളല്ലേ വാരി കൊടുക്കുന്നത്. ഇവിടെ അബിൻ വർക്കി തന്നെ പറഞ്ഞു, രണ്ടാം ഗവൺമെന്റിന്റെ 4ാം വർഷം 100 കോടിയാണ് ചെലവാക്കുന്നത്. ഇതേപോലെ തന്നെ പിൻവാതിൽ നിയമനം, ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയല്ലായിരുന്നു പിൻവാതിൽ നിയമനം. അവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി എത്രയോ കോടികളും ലക്ഷങ്ങളുമാണ് മുടക്കുന്നത്. അപ്പൊ ഈ ഗവൺമെന്റിന് എന്തിനു പ്രയോറിറ്റി ഇല്ല? ഈ പാവങ്ങളുടെ കാര്യത്തിൽ പ്രയോറിറ്റി ഇല്ലെന്നേ. കർഷകന്റെ പാർട്ടിയാന്ന് ഇവര് പറയുന്നതേ ഉള്ളൂ. എന്തിന്? നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് സമരം ചെയ്ത ആശാവർക്കർമാർ, പാവപ്പെട്ടവര്, ഇത് അവരുടെ കാര്യത്തിൽ ഇവർക്ക് പ്രയോറിറ്റി ഉണ്ടോ? ഇപ്പൊ ക്ഷേമ പെൻഷന്റെ ലക്ഷക്കണക്കിനുള്ള ഇവിടുത്തെ കേരളത്തിലെ ഗുണഭോക്താക്കള്, അവരുടെ കാര്യത്തിൽ ഇവർക്ക് പ്രയോറിറ്റി ഉണ്ടോ? ഇതൊന്നും പറയാന് അബിൻ വർക്കിയുടെ മുന്നണിക്കോ ഈ മുന്നണി CPMന്റെ മുന്നണിക്കോ താല്പര്യമില്ല, ചർച്ച ചെയ്യാനും താല്പര്യമില്ല. അവരതുകൊണ്ടാണ് വളരെ മനഃപൂർവ്വമായി, അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ഇനിയും കേന്ദ്രത്തിന്റെ അവഗണന കൊണ്ട് കേരളത്തിലൊന്നും നടപ്പാക്കിയില്ല എന്ന് ഈ 2 മുന്നണികൾക്ക് കേരളത്തിൽ പറയാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് സാമാന്യ മര്യാദയുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പെങ്കിലും ആ മാന്യത കാണിക്കണം. ലാഡ്കി ബഹിനൊക്കെ പോലെ കേരളത്തിലെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഭരണപക്ഷത്തിന് ആനുകൂല്യം ഉണ്ടാക്കുന്ന കാര്യമായി മാറുകയാണോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? ചർച്ചയിൽ 2 മുന്നണികളും സമയാസമയങ്ങളിൽ ഇത് കൊടുക്കാത്തതിനെ പറ്റി കൃത്യമായ കണക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഗവൺമെന്റുകളുടെ പ്രയോറിറ്റിയാണ് അഭിലാഷ് പ്രശ്നം, മറ്റൊന്നും അല്ല പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പരിപാടികളും പദ്ധതികളും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാത്തതിനെ പറ്റി ആർക്കും എവിടെയും ഒരു പരാതിയില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ഈ നിലമ്പൂരിൽ നിങ്ങൾക്ക് അറിയോ ഏറ്റവും അവസാനം കൊടുത്ത 16,681 കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുണ്ട് ഈ നിലമ്പൂർ. നിങ്ങൾക്കറിയോ? നെല്ല് ആരും ചർച്ച ചെയ്തില്ലല്ലോ. 10 ദിവസം മുമ്പാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നെല്ലിന്റെ റെക്കോർഡ് താങ്ങുവിലയാണ് പ്രഖ്യാപിച്ചത്. 2300 നിന്ന് കിൻഡല് 2369 രൂപയായിട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 4 വർഷമായിട്ട് സംസ്ഥാനത്ത് നെല്ലിന്റെ വില കുറച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റാ. പണം കൊടുക്കുന്നത് വിവിധ തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് പറഞ്ഞിട്ട് ഇപ്പോ ഭവന പദ്ധതി, PMAY പദ്ധതി, അതിന്റെ വിഹിതം ബ്രാൻഡിങ്ങിന്റെ പേരിൽ തരാതിരിക്കുക, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള SSA പദ്ധതി, അതിന്റെ വിഹിതം
മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് തരാതിരിക്കുക. ആയുഷ്മാൻ ഭാരതിന്റെ 2023 വിഹിതം തന്നിട്ടില്ല. ഇങ്ങനെ ഓരോ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, ബ്രാൻഡിംഗ് വെച്ചില്ല, അത് വെച്ചില്ല, ഇത് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൊടുക്കാതിരിക്കുക. ഇപ്പൊ തന്നെ ഈ ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ 3 പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനുകൾ കേന്ദ്രത്തിന്റെ പെൻഷനാണ്. തുച്ഛമായ തുകയാണ്, 200-300 രൂപയേ ഉള്ളൂ. ബാക്കി 1300-1400 രൂപ സംസ്ഥാനമാണ് കൊടുക്കുന്നത്. അപ്പൊ കേന്ദ്രം കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയാണ് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്രയാ? 1600 രൂപ. ഇവിടെ ഒരാൾക്ക് കിട്ടുമ്പോൾ 200 രൂപയേ ഉള്ളൂ കേന്ദ്രത്തിന്റെ വിഹിതം. അതും 6000 പേർക്കാകെ, 6 ലക്ഷം പേർക്ക്. അല്ല അഭിലാഷേ, ഈ പറയുന്ന ബെനിഫിഷ്യറീസിനെ കണ്ടെത്തേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലേ? 6 ലക്ഷം ആയാലും 8 ലക്ഷം ആയാലും കേന്ദ്ര ഗവൺമെന്റ് അല്ലല്ലോ സംസ്ഥാനത്ത് വന്ന് ബെനിഫിഷ്യറീസിനെ കണ്ടെത്തേണ്ടത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അല്ല ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ അഭിലാഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് അത് തന്നെ ഞാനത് ഓൺ ചെയ്യാൻ ഞാൻ തയ്യാറാ. ഇവർ കേരളത്തിൽ എന്താ ഈ മുന്നണികൾ പറയുന്നത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണി ഇപ്പൊ അധികാരത്തിലിരിക്കുന്നവർ എല്ലാ പ്രശ്നം അവർ കേന്ദ്രത്തെ ചാരും. ഇപ്പൊ ഏറ്റവും അവസാനം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം എന്താ? മഹാരാഷ്ട്രയിലെ ഗവൺമെന്റിന് അവിടുത്തെ ചീഫ് മിനിസ്റ്ററുടെ ദുരിതാശ്വാസത്തിലേക്ക് അനുവാദം കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ്. 3 ദിവസം കേരളം ചർച്ച ചെയ്തല്ലോ. എന്തേ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ധാരാളം 2, 3, 4 മന്ത്രിമാർ ഇപ്പോഴും ഡൽഹിയിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇവരൊരാൾ പോലും ധനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ടപ്പോൾ എന്തേ ഈ വിഷയം ഉന്നയിക്കാതിരുന്നത്? അപ്പോൾ ഇത് കേരളത്തിൽ പറയുന്ന ഒരു നാടകമാണ്, ബഹാനയാണ്. ഈ 2018 ശേഷവും 2018 മുമ്പും പല സംസ്ഥാനങ്ങളും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടില്ല. ഇതൊരു നയത്തിന്റെ പ്രശ്നമാണ്. ആദ്യമായിട്ട് രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു നയരൂപീകരണം നടത്തിയിരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാം. അവിടെ പണം കൊടുത്തിട്ടില്ല. അല്ലെ, പണം കൊടുക്കാനുള്ള അനുവാദം അല്ല, രജിസ്ട്രേഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്ര ഗവൺമെന്റിന്. ഈ വിഷയം ഇത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അഭിലാഷ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടുന്ന് പോയ ധനകാര്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിട്ട് എന്തേ കേരളത്തില് മാറി മാറി ഒരു പ്രസ്താവന ഇറക്കിയിട്ട് ഇവരെന്തേ കേന്ദ്രത്തിൽ പോയിട്ട് ഈ പ്രശ്നം അവിടെ ഉന്നയിക്കാതിരുന്നത്? അപ്പൊ അവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ഞാനിത് പറയാൻ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം, കേരളത്തിൽ സാമ്പത്തിക മേഖലയിൽ അവരുടെ ധൂർത്ത് കൊണ്ടും അവരുടെ പിടിപ്പ് കൊണ്ടും ധനകാര്യ മേഖലയിലെ മിസ്മാനേജ്മെന്റ് കൊണ്ടും കടക്കണിയിലാകുമ്പോൾ ഇത് മുഴുവൻ കേന്ദ്രത്തിന്റെ തലയിൽ വെക്കുകയാണ്.